കേരളത്തിൽ ഇപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ എൽ ഡി എഫിന് തന്നെയാണ് മേൽക്കൈ. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ ലോക്സഭാ ഇലക്ഷൻ പ്രഖ്യാപിച്ച സമയത്തുള്ള വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യങ്ങൾ, അതായത് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ചിട്ട് കേരള കോൺഗ്രസ് എമ്മിന്റെ എൽ ഡി എഫിലേക്കുള്ള വരവ്, അതേപോലെ തന്നെ ജനതാദൾ, വീരന്റെ ജനതാദളിന്റെ വരവ്, പ്ലസ് മുസ്ലിങ്ങൾക്കുള്ള ഒരു വല്ലാത്ത പിണറായിയോടുള്ള ഒരു സ്നേഹം, ലീഗിന്റെ എൽ ഡി എഫിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇനാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രകടനം, ഇതെല്ലാം പൊതുവെ പിന്നെ എൽ ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഇലക്ഷന് മുമ്പേ തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള ഫാക്ടർ എന്താന്ന് വെച്ചാല്, അപ്പൊ അതിനുശേഷം ഈ സിദ്ധാർത്ഥിന്റെ മരണമൊക്കെ വന്ന സത്യത്തിൽ എൽ ഡി എഫിന് ഒരു നെഗറ്റീവ് ആണെങ്കിൽ പോലും ഇലക്ഷൻ വരുമ്പോൾ ആളുകൾ ബേസിക്കലി എന്താ പറയാ, നമ്മൾ ഈ പറയുന്ന പോലെ മനുഷ്യത്വ മൂല്യങ്ങളെക്കാട്ടും മറ്റു പലതിനും വില കൊടുക്കാറുണ്ട്. അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ, സാമുദായിക താല്പര്യങ്ങൾ, പിന്നെ പൊളിറ്റിക്സ്, അതിനൊക്കെ. അപ്പൊ അതില് ഇപ്പൊ ഈ പെൻഷൻ കൊടുക്കാൻ പോവുകയാണ്. ക്ഷേമ പെൻഷൻ നിന്ന് വരുന്നു. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു കുടുംബത്തില് ഒരാൾക്ക് പെൻഷൻ 10,000-ഓളം രൂപ ഏതാണ്ട് ഈ ഇലക്ഷൻ ഈ അടുത്ത ഘട്ടത്തിൽ വീട്ടിലെത്താൻ പോവുകയാണ്. അപ്പൊ 10,000 രൂപ ഒരു വീട്ടിൽ 2 പേർക്ക് പെൻഷൻ ചെയ്യുക, 20,000 രൂപ വീട്ടിലെത്തുകയാണ്. അപ്പൊ പെട്ടെന്ന് ആളുകൾക്ക് വലിയൊരു ഇവർക്ക് കിട്ടേണ്ടതാണ്, വൈകിപ്പോയതാണെന്ന് നല്ലപ്പോൾ ചിന്തിക്കില്ല. ഇപ്പം കിട്ടുമ്പോൾ അവർക്ക് അത് വലിയൊരു ആശ്വാസമായിരുന്നു. അപ്പൊ ഇതൊക്കെ എൽ ഡി എഫിന് അനുകൂലമായിട്ട് കൂടുതൽ ഒരു അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഈ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉണ്ടായ ചില പ്രശ്നങ്ങൾ, അത് ചില സ്ഥാനാർത്ഥികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയത്, അവർക്കൊരു ആത്മവിശ്വാസ കുറവുണ്ടോ എന്നൊരു ഫീലിംഗ്. രണ്ട്, കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നരേറ്റീവ് എന്താണ്? ദേശീയ തലത്തിൽ ബി ജെ പിയെ കൗണ്ടർ ചെയ്യാൻ ഞങ്ങളെ ഉള്ളൂ എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ കൗണ്ടർ ചെയ്യാൻ ഭാഗത്തിന് കോൺഗ്രസ് മികച്ച പഠനം കാഴ്ചവെക്കും, ഭരണം പിടിച്ചെടുക്കുന്നുള്ള ഒരു ഫീലും ഇല്ല, കഴിഞ്ഞ തവണ പോലെ അല്ല. അപ്പം കോൺഗ്രസ് ഒരു പക്ഷേ കുറച്ച് സീറ്റുകൾ നേടിയേക്കാം എന്നല്ലാതെ ബി ജെ പിക്കെതിരെ ഒരു ക്രെഡിബിളായിട്ട് പ്രതിപക്ഷമാകാൻ പറ്റുമെന്നുള്ള ഫീല് പോലില്ല. അപ്പം താഴെ തട്ടി നിന്നുകൊണ്ട് ഈ പറയുന്ന സോക്കോൾഡ് ഹിന്ദുത്വ ഭീകരതയ്ക്കെതിരെ പ്രതിരോധിക്കാനും പോരാടാൻ ശേഷിയുള്ള ആരാണെന്ന് നോക്കുമ്പോൾ അത് ഉത്തരം CPM എന്നുള്ളതാണ്. ഇത് ന്യൂനപക്ഷങ്ങളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പൊതുവെ എനിക്കൊന്ന് എൽ ഡി എഫിന് അനുകൂലമായ ഒരു തരംഗമാണ്. എൽ ഡി എഫിന് മേൽക്കൈ ഉണ്ടാവും. പിന്നെ തൃശ്ശൂര്, തിരുവനന്തപുരം പോലുള്ള 2 മണ്ഡലങ്ങളിൽ, എസ്പെഷ്യലി തൃശ്ശൂര്, ഈ പറയുന്ന പോലെ ബി ജെ പി പതുക്കെ ബി ജെ പി അല്ല, അവിടുത്തെ ഈ ബി ജെ പിയുടെ കാൻഡിഡേറ്റ്സ് പതുക്കെ ഗ്രൗണ്ട് പിടിക്കുന്നു എന്നൊരു ഫീൽ എനിക്കുണ്ട്. തിരുവനന്തപുരത്ത് രാജീവ് വന്ന സമയത്ത് പോലെ അല്ലാന്ന് തോന്നുന്നു. ഇപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു എന്താ പറയുക ട്രെൻഡ് അനുസരിച്ചിട്ട് ഈ ശശി തരൂരിന്റെ വോട്ടുകളിൽ കുറെ വോട്ടുകൾ സ്പ്ലിറ്റ് ആയിട്ട് പിന്നെ രാജീവിന് പോകാൻ സാധ്യതയുണ്ട്. കാരണം ശശി തരൂരിന്റെ ഇമ്പാക്ട് എന്ന് വെച്ചാൽ ഒരു ഗ്ലോബൽ സിറ്റിസൺ എന്ന രീതിയിലായിരുന്നു. പക്ഷെ കഴിഞ്ഞ 3 വർഷത്തെ അദ്ദേഹത്തെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ വീഞ്ഞൊക്കെ വന്നത് അദ്ദേഹത്തിന്റെ ഇമ്പാക്റ്റിന്റെ പുറത്തൊന്നല്ല. അതൊരു ഒരുപാട് മറ്റു ഘടകങ്ങൾ കൊണ്ടാണ്. അതിൽ അദ്ദേഹം അവിടെ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ആപ്പിൾ വീണപ്പോൾ നിങ്ങൾ ആ സ്ഥലത്ത് ഉണ്ടായിരുന്നു എന്ന് പറയുന്ന പോലെ നമ്മൾ പ്രതീക്ഷിച്ചൊരു ഇമ്പാക്ട് ശശി തരൂരിന്റെ ഭാഗത്ത് MP എന്ന രീതിയിൽ തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടില്ല. അപ്പം അദ്ദേഹം കുറച്ച് റൊമാൻറ്റിസൈസ് ചെയ്ത് കാര്യങ്ങൾ കാണുകയും ഒരുപാട് സംസാരിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ രാജീവ് നേരെ ഓപ്പോസിറ്റ് ആണ്. അദ്ദേഹം കുറച്ച് സംസാരിക്കുകയും കൂടുതൽ കാര്യങ്ങൾ ചെയ്ത് ജീവിതത്തിൽ കാണിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പം രാജീവിന്റെ ആ ട്രാക്ക് റെക്കോർഡിന് അനുകൂലമായിട്ട് ഒരുപക്ഷെ തിരുവനന്തപുരത്തെ ശശി തരൂരിന് വോട്ട് ചെയ്ത ആളുകളുടെ മനസ്സ് മാറാൻ ഒരു സാധ്യതയുണ്ട്.